ദേവമോളെ, പുതിയ വെഞ്ചാപ്പൂരിക്ക് ഓട്ടം വന്നിട്ടുണ്ട്. 3 ലേഡീസാ, ഒരാഴ്ചത്തെ ട്രിപ്പാ. പറ്റുമോന്നോ? ആരാ പാർട്ടീസ്? ഊട്ടിയിൽ ഏതോ കോളേജിൽ നിന്ന് ഡോക്യുമെന്റ് എടുക്കാമെന്ന പിള്ളേരാ. നാളെ രാവിലെ 9 മണിക്ക് വെഞ്ചാപ്പൂരിക്ക് പോകണം, ലാമ കോളനിയിൽ. ഓക്കെ? പപ്പേട്ടൻ എനിക്ക് ഗുണം വരുന്നത് ചെയ്യുള്ളൂ എന്നറിയാം. എന്നാലും കാശിന്റെ കാര്യത്തിൽ എങ്ങനെയാ? നീറ്റ് സെറ്റപ്പ് ആണല്ലോ അല്ലേ? പിന്നെ നല്ല കാശുകാരാ. ഒരാൾ MBA അനന്തരവളാ. റിസോർട്ട് ഞങ്ങളോട് ഒന്നിനും ബാർഗൈൻ ചെയ്തിട്ടില്ലെന്നേ. ആണോ? ഈശ്വരാ, എന്നോടും ബാർഗൈൻ ചെയ്യല്ലേ. 100 കൂട്ട ആവശ്യങ്ങളുള്ളതാ. അപ്പൊ കൃത്യം 9 മണിക്ക് റിസോർട്ടിന്റെ നടയില് ദേവ് റെഡി. നെയ്യപ്പം എടുത്തോണ്ട് പോവല്ലേ? അടിക്കല്ലേ ബിന്ദു. 2 സുഹിയനും 1 കട്ടൻ ചായ. ഈ പല്ലിയേക്കണ ബ്രഷാരിത് ഇവിടെ കൊണ്ടുവച്ചത്. കയ്യേറേ, അത് ബ്രഷൊന്നും അല്ല, തറ കിടന്നാ മതിയായിരുന്നു. എടാവുവേ, സ്വന്തം തന്തയെ കണ്ട് ഞെട്ടുന്ന ലോകത്തിലെ ആദ്യത്തെ പുത്രൻ നീയായിരിക്കും. എടാ മാക്കാനെ, ഞാൻ തന്നെയായത്. അയ്യോ, ഇതെന്ത് വേഷം? ഇതെങ്ങനെ ഇവിടെ? മരിച്ചുപോയെന്ന് കരുതി നീ എന്നെ വില കുറച്ച് കാണരുത്. അയ്യോ, അങ്ങനല്ല. അപ്പച്ചന് മൊത്തത്തിലൊരു മാറ്റം. ഇതിപ്പോ ഒരു ജാങ്കോ സ്റ്റൈൽ. ആരുടെ കുഴപ്പം? എടാ, ചെറിയ പള്ളി നമ്മുടെ തോട്ടുമുക്കത്തെ സേവ്യറിന്റെയും മാത്തച്ഛന്റെയും തൊട്ടടുത്ത് അടക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ അടക്കിയത് എവിടാ? ഒന്ന് ഓർത്തു നോക്കിയേ. ആ ബാംഗ്ലൂരിൽ വണ്ടി ഇടിച്ചെത്ത ജിമ്മി ചെറുക്കന്റെ തൊട്ട അയൽവക്കത്ത്. അവനായിപ്പോ എന്റെ കമ്പനി. പിടിച്ചു നിൽക്കണ്ടേ മണിയാ? അപ്പച്ചൻ അമ്മച്ചിയെ പോയി കണ്ടായിരുന്നോ? എന്തിന്? ജീവിച്ചിരുന്നപ്പോഴോ ഒരു നുള്ളു മനസമാധാനം അവൾ എനിക്ക് തന്നിട്ട്. വല്ല വിധേനെ അവളെ രക്ഷപ്പെട്ട് ഇവിടെ എത്തിയതും പോരാ, ആ ഏരിയയിലോട്ട് ഞാനില്ല. അപ്പോ എന്നെ കാണാനായിട്ട് മാത്രം വന്നാന്നോ? പിന്നെ കാണാൻ പറ്റിയ ഒരു ചളുക്ക്. ഞാൻ ചുമ്മാ ഈ വഴിക്ക് പോയപ്പോ കയറിയതാ. ഏയ്, നീ ബാങ്ക് കൊള്ളടിക്കാൻ പോണ? അപ്പച്ചാ, കേരളത്തിലെ ഏറ്റവും സത്യസന്ധനായ പോലീസ് ഓഫീസറിന്റെ മകൻ അങ്ങനെ ചെയ്യുന്ന അപ്പച്ചന് തോന്നുന്നുണ്ടോ? ലൊട്ട ചെയ്യണം. എടാ, വല്ല വിധേനയും 10 കാശുണ്ടാക്കി ആ കടമൊക്കെ തീർത്ത് സെറ്റിലാവാൻ നോക്ക്. നേരെ ചൊവ്വേ നിന്നെ കൊണ്ട് ആ കാശുണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആ മാഷ് പറഞ്ഞ ഐഡിയ കൊള്ളാം. അപ്പച്ചാ, നീ ഓവറാക്കണ്ട. നിനക്കൊരു പാതി മനസ്സുണ്ടെന്ന് എനിക്കറിയാം. ഈ അവസരത്തില് ഒരു മാലാഖയെ പോലെ എന്നെ നേർവഴിക്ക് നടത്തേണ്ട അപ്പച്ചനാണോ ഈ? മക്കളെ, ദൈവമാവാൻ അവസരമുള്ളപ്പോൾ എന്തിനാടാ വെറുതെ മാലാഖയാവുന്നത്? മോട്ടിക്കാന്നാ പോയി ചെയ്യടാ. ഇതൊക്കെ ഒരു വലിയ കളിയുടെ ഭാഗമായി കണ്ടാ മതി. കളിയാ? ആ കളിയല്ല, ഒരു മാസ്റ്റർ പ്ലാൻ. ഈ പ്രപഞ്ചം നിന്നെ കൊണ്ട് കളിപ്പിക്കുന്ന ഒരു കളി. ദൈവമാവാൻ അവസരമുള്ളപ്പോൾ എന്തിനാടാ വെറുതെ മാലാഖയാവുന്നത്? ഒരാഴ്ചത്തേക്ക് ചേച്ചിയുടെ ശാസനയും ഒച്ചപ്പാടും ഒന്നും കേൾക്കണ്ടല്ലോ എന്ന് കരുതി സന്തോഷിക്കാവൂ അനിയത്തി. അങ്ങനെയൊന്നുമില്ല ചേച്ചി. പരീക്ഷയുടെ മാർക്ക് വരട്ടെ, അപ്പ കാണാം എന്റെ ശരിക്കുള്ള സ്വഭാവം. മോളെ, ഒരാഴ്ച നീ ഒറ്റയ്ക്ക്. അതൊന്നും വിഷമിക്കണ്ട, അച്ഛനില്ലേ കൂടെ, പിന്നെ നമ്മുടെ പ്രസിഡന്റും. ശരി. ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ ദേവയാനി.
കാറിന്റെ ഡ്രൈവർ കോട്ടൊക്കെ ഉണ്ട്, കാറിൽ വെച്ചിരിക്കുക. വാട്ട്സ് ദ ടൈം നോ? 9. നോ, 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ്, അതായത് 180 സെക്കൻഡ്സ് ലേറ്റ്. എന്റെ അങ്കിൾ പറയും ലോകത്തെ ഏറ്റവും വിലയുള്ള സാധനം സമയമാണെന്ന്. അറിയാമോ എന്റെ അങ്കിളിനെ? അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാ? അറിയില്ല. സേവിയർ അഗസ്റ്റിൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആൻ അഗസ്റ്റിൻ എന്ന് കേട്ടിട്ടുണ്ട്. MP സേവിയർ അഗസ്റ്റിൻ, രാജ്യസഭ MP. ഓ, പിന്നെ ആ. ഞാൻ ഇത്രയും വിശദമായ കാര്യങ്ങൾ പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാ, ഈ പ്രോജക്റ്റിന്റെ ഹെഡ് ഞാനാ. അപ്പൊ ഞാനായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അകത്ത് 2 പേരും കൂടെ ഉണ്ട്. അവര് പറയുന്നതല്ല, ഞാൻ പറയുന്നത് വേണം അനുസരിക്കാൻ. മനസ്സിലായോ? എന്നാ വാ. മാഡം, ആദ്യം ഒന്ന് ചൂടായപ്പോഴേ മാഡത്തിന്റെ ഭംഗി 5 ഇരട്ടിയായി. സിനിമാ നടി തൃഷയുടെ അതേ കട്ട്. ആ, മീരാമാമൻ എന്നാണ് പേരെങ്കിലും തൃശ്ശെന്ന് ചിലരൊക്കെ വിളിക്കും. അയ്യടാ, കണ്ടാലും മതി ഒരു തൃച്ച. അയ്യോ, എന്തു പറ്റി? ദേഹം കോച്ചതാണോ? എക്സസൈസ് ആണെന്നാ പറയുന്നേ. ഓ, ഇതാണോ ഡ്രൈവർ? നിന്റെ പേരെന്താ? ദേവയാനി. ഞാൻ രൂപാപിള്ള. പക്ഷെ കണ്ട പൈസ പിള്ളാന്നേ പറയൂ അല്ലേ? ശ്രദ്ധ. ഇനിയുണ്ടോ? രൂപ വാ, നമുക്ക് ഇറങ്ങാം. ആ, സമയായി. ഓ, ഗിവ് മീ 2 minutes. പാട്ട് പാടുക. ഓ, പിക്ക്. പാവം. ആ ഡ്രൈവർ, സാധനങ്ങളൊക്കെ എടുത്തോളൂ. അല്ല, ഇത് മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക്. നിങ്ങളൊക്കെ കൂടെ ഒന്ന് സഹായിച്ചാൽ നമുക്ക്. അയ്യോ, വേണ്ട വേണ്ട, സോറി, നിങ്ങളെ കൊണ്ട് ഇത് പറ്റത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇത് എടുക്കണമെന്നല്ലേ? ആ, ശരി, ഞാൻ എടുത്തോളാം. ഒരു സെൽഫി. ഫ്രാൻസി, ഫ്രാൻസി, ഓടി വാ. പിടിച്ചോ. ഇത് പിടിക്കേ. ഏയ് രൂപ, ശ്രദ്ധ, ദേ നോക്ക്. അവിടെ പെട്ടെന്നെല്ലാം കാണും. കേറുന്നില്ലേ? ഇതാണോ കാറ്? ആ, അതെ. വാട്ട്? ഈ പാട്ടപ്പെട്ടിയിലാണോ ഞങ്ങൾ ട്രാവൽ ചെയ്യണ്ടേ? എന്റെ കാറിന് വല്ലതും പറഞ്ഞുണ്ടല്ലോ. അങ്കിൾ MP ആയാലും ശരി, MLA ആയാലും ശരി. എന്താ മോളെ, എന്താ പ്രശ്നം? താനാ ഈ കാർ ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിയ. ഈ റിസോർട്ട് ഞാൻ പൂട്ടിക്കും. എന്റെ അങ്കിൾ ആരാണെന്ന് അറിയോ തനിക്ക്? എന്റെ അച്ഛൻ ആരാന്നറിയോ നിങ്ങൾക്ക്? ഇതാ നോക്കിയേ, കണ്ണ് തുറന്നു നോക്ക്. കണ്ടല്ലോ, എന്റെ അച്ഛനും ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അടുത്ത ആളായിരുന്നു ദേവുവിന്റെ അച്ഛൻ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ടേ പപ്പേട്ട. പത്രക്കട്ടിങ്ങും CD വണ്ടിയിലിരിപ്പുണ്ട്, കാണിച്ചു തരാം. വേണ്ട മോളെ, വേണ്ട. എന്നാ വേണ്ട. മാഡം, ഞാൻ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാ ദേവുവിന്റെ കാർ തന്നെ അറേഞ്ച് ചെയ്തത്. ഒന്നാമത് ബെഞ്ചാപുരിലെ മുക്കും മൂലയും ഇവർക്ക് പച്ചവെള്ളവാ. പിന്നെ പ്രൊട്ടക്ഷൻ. ഈ ബോർഡർ ഏരിയ ഇച്ചിരി പ്രശ്ന സ്ഥലമാണ്. നിങ്ങൾ 3 പെണ്ണുങ്ങൾ പരിചയമില്ലാത്ത ആണുങ്ങൾ ഓടിക്കുന്ന വണ്ടി പോവാന്ന് വെച്ചാൽ അത് റിസ്ക്കാ. 2 ആഴ്ച മുമ്പ് സോനാമ്പാറയ്ക്ക് ടൂറ് പോയ 4 പെൺപിള്ളേര് എന്തായി? 2 എണ്ണത്തിന്റെ ഡെഡ് ബോഡിയല്ലേ കിട്ടിയത്? വെള്ളത്തിൽ വീണൊന്നുമല്ല, റേപ്പ്. അത് തന്നെ. ആലോചിക്കാനൊന്നും ഇല്ലാന്നേ. നമുക്കൊന്ന് അടിച്ചു പൊളിച്ചൊക്കെ പോയി വരാന്നേ. ദാ ഇങ്ങോട്ട് കയറിക്കോളൂ. മാഡം അല്ലേ ഹെഡ്, മുന്നിൽ തന്നെ ഇരുന്നോളൂ. വാ, കേറ് മാഡം. മാഡം, ഇപ്പൊ എന്നോട് ചൂടായപ്പോ നയൻതാരെ പോലെയായിട്ട് എനിക്ക് തോന്നിയേ. ചിലരൊക്കെ എന്നെ നയൻതാരെന്നും വിളിക്കും. ശരിക്കും നയൻതാര എങ്ങാനിത് അറിഞ്ഞ ഈ തള്ളനെ ഗുണ്ടകളെ വിട്ട് തല്ലിക്കും. പോവാ മാഡം. എന്താ ബാറ്ററി ഡൗൺ ആണോ? ഏയ്, ഇതിന്റെ ഒരു രീതി അങ്ങനെയാ. പിന്നെ ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവുന്നത് ഐശ്വര്യക്കേടല്ലേ.
സ്റ്റാർട്ടായി പോവാ